ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എങ്ങനെ നമുക്കൊരു വീക്ക്ലി പ്ലാൻ തയ്യാറാക്കാമെന്നാണ് ഷെയർ ചെയ്യുന്നത്. കഴിഞ്ഞൊരു ദിവസത്തിൽ നമ്മൾ എങ്ങനെയാണ് റുട്ടീൻ ഉണ്ടാക്കിയെടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അതിന് വേണ്ട ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് റുട്ടീൻ ഉണ്ടാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു റുട്ടീൻ നമുക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് വീക്ക്ലി പ്ലാനിങ്. അപ്പൊ നമുക്ക് ഒരു വർക്കിംഗ് മോം ആയാലും വീട്ടമ്മയായാലും ഒരുപോലെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് വീക്ക്ലി പ്ലാനിങ്. ഈ പ്ലാനിങ് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ റുട്ടീൻ ഫോളോ ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എല്ലാ ദിവസവും നടക്കണമെന്നൊന്നുമില്ല. ഇതൊരു പ്ലാൻ മാത്രമാണ്. നമ്മൾ ആഗ്രഹിക്കുക, അതിനുവേണ്ടി ശ്രമിക്കുക, നടക്കാത്ത ദിവസങ്ങളിൽ വിട്ടുകളയാം. അപ്പോൾ വീക്ക്ലി പ്ലാനിങ് ചെയ്യണതിന്റെ ഒപ്പം തന്നെ വീക്ക്ലി റീസെറ്റും കൂടി നമ്മൾ ചെയ്യണം. റീസെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആഴ്ചക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീടിനെയും നമ്മളെയും റെഡിയാക്കുക എന്നുള്ളതാണ്. ഒരാഴ്ച ചിലപ്പോൾ നമ്മൾ അത്രയും നന്നായിട്ട് പോയിട്ടില്ലെങ്കിൽ നമ്മൾ ആകെ ടയേർഡും അല്ലെങ്കിൽ മൂഡ് ഓഫ് ഒക്കെ ആയിട്ട് ഇരിക്കുന്നെന്നുണ്ടെങ്കിലും ഈ ഒരു വീക്ക്ലി റീസെറ്റിന്റെ ദിവസം നമ്മൾ കുറച്ചും കൂടി എനർജറ്റിക്കും റിഫ്രഷിംഗ് ആയിട്ട് ഒരു പുതിയ ആഴ്ച കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനൊരു മോട്ടിവേഷൻ നൽകുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് റീസെറ്റ് അല്ലെങ്കിൽ വീക്ക്ലി പ്ലാനിങ് നമ്മൾ ഒരുപാട് മനസ്സിനൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടിയിട്ടാണ്. പിന്നെ എങ്ങനെയാണ് നമുക്കൊരു വീക്ക്ലി പ്ലാനിങ് പ്ലസ് റീസെറ്റ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ വീക്ക്ലി പ്ലാനിങ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കലണ്ടർ നമ്മൾ എടുത്തു വെച്ചിട്ട് ആ ഒരു ആഴ്ചയിലെ പ്ലാനിങ് ആണ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് മൺഡേ ടു സൺഡേ വരെയുള്ള ദിവസങ്ങളിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് പുറത്തോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ മക്കൾ സ്കൂളിലേക്ക് പോകേണ്ട ആവശ്യങ്ങളുണ്ടോ, അങ്ങനെ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ദിവസങ്ങളിൽ നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ അധികം ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ ബാക്കിയുള്ള ദിവസങ്ങളാണ് നമ്മൾ വീട്ടിലുണ്ടായിരിക്കുക. അപ്പൊ ആ ദിവസങ്ങളായിരിക്കും നമ്മൾ കൂടുതലും പ്ലാനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. പുറത്തോട്ട് പോകേണ്ട ദിവസങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പാചകവും കാര്യങ്ങളൊക്കെ നേരത്തെ കൂട്ടി ചെയ്യേണ്ടതൊക്കെ വരും. അതുകൊണ്ടാണ് നമ്മൾ അതൊക്കെ നേരത്തെ കൂട്ടി ആദ്യം മാർക്ക് ചെയ്ത് വെക്കാം. ഇനി നിങ്ങൾ വർക്കിംഗ് മോം ആണെങ്കിൽ കുറച്ചും കൂടി അധികം തന്നെ പ്ലാനിങ് നമുക്ക് ആവശ്യമുണ്ട്. കാരണം നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ ഒരുവിധമൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് പുറത്തോട്ട് പോകുന്നത്. അത് മാത്രമല്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ടാസ്കുകൾ നമുക്ക് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ മറ്റുള്ളവരെ ഏൽപ്പിക്കണമെങ്കിലും നമ്മൾ ഈ പ്ലാനിങ് ഒന്ന് നമുക്ക് ആവശ്യം വരും, ഒന്ന് ആലോചിക്കേണ്ടി വരും. അല്ലെങ്കിൽ എന്താ വെച്ചാൽ പെട്ടെന്ന് ആ സമയത്ത് പോയി പറഞ്ഞാൽ അവർക്കും ചിലപ്പോൾ തിരക്കാണെങ്കിൽ നമുക്ക് വേണ്ടി അത് ചെയ്തു തരാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഡേറ്റുകൾ ആദ്യം നോക്കുക. നമ്മുടെ കാര്യങ്ങളും വീട്ടിലുള്ള എല്ലാവരോടും ചോദിക്കുക, എന്തെങ്കിലും വേറെ എൻഗേജ്മെന്റ്സ് ഉണ്ടോ, വല്ല കാര്യങ്ങൾക്ക് പോകേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കല്ല, ചിലപ്പോൾ നമ്മുടെ ഹസ്ബൻഡിന് നേരത്തെ ജോലിക്ക് പോകേണ്ട വല്ല കാര്യങ്ങൾ വരിക. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം ടൈമിങ് മാറും. അത് നേരത്തെ കുട്ടി ഒന്ന് ആദ്യം തന്നെ ആ വീക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. ഇനി രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മീൽ പ്ലാനിങ് ആണ്. അപ്പൊ ഈ ഒരു വീക്കിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഭക്ഷണം വെക്കാൻ പോണെന്ന് നമ്മൾ ആദ്യമേ തന്നെ പ്ലാൻ ചെയ്ത് വെക്കാൻ പോവാണ്. അപ്പൊ ആദ്യം തന്നെ ഫ്രിഡ്ജിൽ പോയിട്ട് നോക്കാം എന്തൊക്കെ ഐറ്റംസ് ഇനി ബാക്കിയുണ്ട് നമ്മൾ മേടിച്ചത്, അത് വെച്ചിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കി തീർക്കാനായിട്ട് അത് എഴുതി വെക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ റെസിപ്പീസ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു വീക്കിലി പുതിയ കറികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് മേടിക്കാനുള്ള ഷോപ്പിംഗ് ലിസ്റ്റും അതിനൊപ്പം തന്നെ തയ്യാറാക്കാം. അപ്പൊ മീൽ പ്ലാനിങ് പ്ലസ് ഷോപ്പിംഗ് ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. അപ്പൊ ഇതനുസരിച്ച് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ കുക്കിംഗ് ഭയങ്കര ഈസി ആയിരിക്കും. രാവിലെ വരുമ്പോൾ നമുക്ക് ഒരു ടെൻഷൻ ഇല്ല. അപ്പൊ ഞാൻ സാധാരണ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിനും ഡിന്നറിനും കറികളൊക്കെയാണ് പ്ലാൻ ചെയ്യാറുള്ളൂ. സ്നാക്സ് ഉണ്ടാക്കുന്നത് വലിയ കാര്യമായിട്ട് പ്ലാൻ ചെയ്യാറില്ല. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ ഞാൻ രാവിലെ ഉണ്ടാക്കിയ പലഹാരത്തിന്റെ, അതായത് ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും ഐറ്റംസ് വെച്ചിട്ടൊക്കെ ആയിരിക്കും വൈകുന്നേരം ഉണ്ടാക്കി കൊടുക്കുക. സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണം തോന്നിയാൽ ഞാൻ അപ്പൊ കയ്യിൽ കിട്ടുന്ന എന്തെങ്കിലും ഐറ്റംസ് വെച്ചിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യാറ്. നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഔട്ട്ഫിറ്റ് സെലക്ഷൻ ആണ്. അപ്പൊ നമ്മൾ ഒരാഴ്ചക്ക് വേണ്ടിയുള്ള ഡ്രസ്സ് നേരത്തെ കൂട്ടി ഒന്ന് പ്ലാൻ ചെയ്ത് എടുത്ത് വെക്കാന്നുള്ളത്. അപ്പൊ ഒരു 5 സെറ്റ് ഡ്രസ്സ് ആയിരിക്കും നമുക്ക് ആവശ്യം വരിക. അത് നേരത്തെ കൂട്ടി എടുത്ത് ഹാങ്ങറിൽ ഹാങ് ചെയ്തിടുക. അപ്പൊ എന്തെങ്കിലുമൊക്കെ ചുളിവുകൾ ഉണ്ടെങ്കിൽ അത് ഒരുവിധമൊക്കെ പോയി കിട്ടും. ഇനി അയൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ നേരത്തെ കൂട്ടി അയൺ ചെയ്ത് വെക്കാനും നോക്കാം. ഇതേപോലെ തന്നെയാണ് സ്റ്റുഡൻസിന്റെ ഇപ്പൊ യൂണിഫോം ആയാലും കാര്യങ്ങളായാലും നേരത്തെ കൂട്ടിയൊക്കെ ചെക്ക് ചെയ്ത് വെക്കുക. അയൺ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നന്നായിട്ട് ഇരിക്കുന്നുണ്ടോ എന്നൊക്കെ. അല്ലെങ്കിൽ ആ ഒരാഴ്ച ആ ഒരു ദിവസത്തിൽ നമ്മൾ എടുക്കാനായിട്ട് ചെല്ലുമ്പോൾ അത് ചിലപ്പോൾ തേച്ചിട്ടുണ്ടാവില്ല, ചിലപ്പോൾ അലക്കിയിട്ടുണ്ടായിരിക്കില്ല, നമ്മൾ വിചാരിച്ച ഡ്രസ്സ് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നേരത്തെ കൂട്ടി ഒരാഴ്ചയിലുള്ള കുറച്ച് സമയം അതിനുവേണ്ടി ഒന്ന് മടിയൊക്കെ മാറ്റി വെച്ച് ഒന്ന് സെലക്ഷന് വേണ്ടി മാറ്റി വെച്ചാൽ നല്ലതായിരിക്കും. അപ്പൊ ചെറിയ ചില പ്ലാനിങ് ഇങ്ങനെ ഔട്ട്ഫിറ്റിന് വേണ്ടി ചെയ്യുമ്പോൾ കുറച്ചും കൂടി വൃത്തിയായിട്ട് നമുക്ക് പോകാനും പറ്റും. മാത്രമല്ല നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരിക്കും നമ്മൾ പോകുമ്പോൾ. ഇനി ജോലിക്ക് പോകുന്നവർ മാത്രമല്ല കേട്ടോ, വീട്ടിൽ നിൽക്കുന്നവരായാൽ പോലും നമ്മുടെ ഡ്രസ്സുകളൊക്കെ ഒന്ന് ഏതാണ് ഉപയോഗിക്കാൻ പോകുന്നത് സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ലത് തന്നെയാണ്. നമ്മൾ പുറത്തോട്ട് പോകുന്നില്ലെങ്കിൽ പോലും നമ്മൾ വീട്ടിലായാൽ പോലും ഒരു മടി പിടിച്ച ഫീലോടെ നടക്കാതെ കുറച്ചും കൂടി ഭംഗിയായിട്ട് നടക്കുമ്പോൾ അത് നമുക്ക് നമ്മുടെ യങ് ആയിട്ട് നിൽക്കാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. കുറച്ചുകൂടി എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ നമ്മള് വീക്കിലി നമ്മുടെ റൂമുകളിലെ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് കുറെ അധികം സമയം, നമുക്ക് ജോലിക്കാരൊക്കെ ആണെങ്കിൽ ഡെയിലി എല്ലാ ദിവസവും ക്ലീനിങ്ങും കാര്യമൊന്നും കുറേയൊക്കെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വീക്കിലി നമ്മൾ ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബെഡ്ഷീറ്റ് മാറ്റുക എന്നുള്ളത്. ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ റൂമിന് നല്ലൊരു ഫ്രഷ് ഫീലാണ്. അപ്പൊ അവരവരുടെ റൂമിൽ അവരൊരു ഷീറ്റ് മാറ്റും. അപ്പൊ ഞങ്ങളുടെ റൂമിലാണെങ്കിൽ ഞാനും ചേട്ടനും കൂടിയിട്ടാണ് അത് ഫ്രീ കിട്ടുമ്പോൾ രണ്ടുപേരും കൂടി റൂമൊക്കെ സെറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം.
അതുപോലെ മക്കളുടെ റൂമാണെങ്കിൽ അവരുടെ ഷീറ്റും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണം. അപ്പൊ അങ്ങനെ എല്ലാവരും അവരവരുടെ റൂമിലെ ഷീറ്റുകൾ മാറ്റുക. അപ്പൊ എല്ലാ ഷീറ്റും നമുക്ക് വാഷ് ചെയ്യാനും കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ വീക്കിലി ഒരിക്കൽ ഷീറ്റുകളും എല്ലാം മാറ്റുക. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ടവലുകളെല്ലാം വാഷ് ചെയ്യാനിടുക. അങ്ങനെ വീക്കിലി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെല്ലാം തന്നെ ഈ ഇങ്ങനത്തെയൊക്കെ കഴുകിയൊക്കെ സെറ്റാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ റൂം കുറച്ചും കൂടി നല്ല ക്ലീൻ ആയിട്ട് നീറ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. നമ്മുടെ മീൽ പ്ലാനിങ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് നമ്മുടെ വീട്ടിൽ കുറച്ച് ഐറ്റംസ് ഒക്കെ കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഒന്ന് നേരത്തെ കൂട്ടി സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഇത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു ടിപ്പാണ് കേട്ടോ. കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും അതൊക്കെ ഒന്ന് നന്നാക്കി ഫ്രിഡ്ജിൽ വെക്കുക. അതോടൊപ്പം തന്നെ ഇഞ്ചി നമ്മൾ ഒന്ന് അരച്ച് പേസ്റ്റ് ആക്കിയൊക്കെ വെക്കുക. തേങ്ങ വേണമെങ്കിൽ ഒരു 2 എണ്ണം ചിരവി ഫ്രീസറിൽ വെക്കുക. അപ്പൊ ഇതൊക്കെ നമുക്ക് കുക്കിംഗ് സമയത്ത് ഭയങ്കര ഈസി ആയിട്ട് പെട്ടെന്ന് കുക്കിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ വെജിറ്റബിൾ കട്ടിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്ത് വെക്കാറില്ല കേട്ടോ. ഞാൻ അതൊക്കെ അപ്പൊ തന്നെ ചെയ്യാറുള്ളൂ. അതുപോലെ മീനൊക്കെ നമുക്ക് കട്ട് ചെയ്ത് വെക്കണമെങ്കിൽ ആ തലേദിവസമൊക്കെ കട്ട് ചെയ്ത് വെക്കുക. അങ്ങനെയുള്ള ചെറിയ മീൽ പ്രെപ്പ്, അതായത് മീൽ പ്ലാനിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറച്ച് നമ്മൾ അത് അനുസരിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നേരത്തെ കൂട്ടി ചെയ്ത് വെച്ചാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും നമ്മുടെ ഒരു വീക്കിൽ നമുക്ക് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരാഴ്ചയിലെ ചെലവുകൾ, വരവ് ചെലവ് കണക്കുകൾ നോക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പല എക്സ്പെൻസുകൾ ഒരാഴ്ചയിൽ നടത്തിയിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് പ്രോപ്പർ ആയിട്ടൊന്ന് എല്ലാ ആഴ്ചയിലും നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പൊ നമ്മൾ എല്ലാ ദിവസവും നമുക്ക് വരുന്ന ഈ വരവ് ചെലവ് എഴുതി വെച്ച് ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി പൈസ നമ്മളിപ്പോ എന്തെങ്കിലും കാര്യത്തിൽ വേസ്റ്റ് ആക്കി കളയുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സേവ് ചെയ്യാനൊക്കെ പറ്റുമോ എന്ന് നമുക്ക് ഒന്നുകൂടി അറിയാനായിട്ട് പറ്റും. ആഴ്ചയിലുള്ള ആ ഒരു വീക്ക്ലി പ്ലാനിങ് സമയത്ത് നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ഈ ചെലവുകളെല്ലാം ഒന്ന് നോക്കുമ്പോഴാവും കുറച്ചും കൂടി നമുക്ക് പെട്ടെന്ന് മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റും, നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പൊ അതുകൊണ്ട് വീക്ക്ലി പ്ലാനിങ്ങിന്റെ സമയത്ത് നമ്മുടെ എക്സ്പെൻസ് ട്രാക്കിങ്ങും ഒരു ടാസ്ക് ആയിട്ട് എടുക്കേണ്ടതാണ്. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് തിരക്കുകൾ വല്ലാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആരെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീക്ക്ലി ഇപ്പൊ പ്രത്യേകിച്ച് ഡീപ് ക്ലീനിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ആരുടെങ്കിലും ഒരു സഹായം നമുക്ക് നോക്കാം. അപ്പൊ ഒരു മെയ്ഡിനെ വെക്കുകയാണെങ്കിൽ, ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അങ്ങനെ വെക്കുന്നതാവും നല്ലത്. എല്ലാ ജോലിയും കൂടി തലയിലെടുത്ത് വെക്കാതെ നമുക്ക് അങ്ങനെ ആരെങ്കിലും ഏൽപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ല, നമുക്ക് സ്വയം ചെയ്യാനുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പ്ലാനിങ് ഉണ്ടെങ്കിൽ ഓരോ ആഴ്ചയിലും ഓരോ സ്പേസ് നമുക്ക് വീട്ടിലുള്ള എല്ലാവർക്കും ഡ്യൂട്ടി സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് ഒതുക്കാനും ക്ലീനിങ്ങിനും വേണ്ടിയിട്ട് മാറ്റിവെക്കാം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മുടെ വീട് വല്ലാതെ അലങ്കോലമായി കഴിഞ്ഞാൽ പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വീട് എപ്പോഴും ക്ലീനും ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കണമെങ്കിൽ വീട്ടിലെല്ലാവരും കുറച്ചൊന്ന് സഹകരിക്കണം. അപ്പൊ അതിന് നമ്മുടെ മക്കളെയും കുറച്ച് ഡ്യൂട്ടീസ് ഏൽപ്പിക്കുക, നമ്മുടെ പാർട്ട്ണറിന്റെ കൂടെ നിന്ന് നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ അതിനും കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ ഇങ്ങനെ നമുക്ക് മെയ്ഡോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ പ്ലാനിങ് ഉണ്ടെങ്കിൽ നമ്മുടെ വീട് നമുക്ക് ക്ലീൻ ആയിട്ട് വെക്കാനായിട്ട് പറ്റും. വീട് സെറ്റ് ആയിട്ടിരുന്നാൽ നമ്മുടെ ആ ഒരു വീക്ക് നല്ല നീറ്റ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാനും പറ്റും. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ചെറിയ ചില ടിപ്സ് ആണ്, ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്നതായിരിക്കാം. ചെയ്യാത്തതാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.